രാത്രി മീൻ പിടിക്കാൻ വന്ന് നമ്മൾ നീർക്കോലിനെ കണ്ടിട്ടുണ്ട്. ഇല്ലടാ നോക്കണ്ട ഉണ്ടാ ഓ ഗേസ് കിട്ടി ഗേസ് പറ യെസ് ഇല്ല അവിടെ അതാ ഇനി വന്നു ഇങ്ങോട്ട് അടി ഉണ്ടാ കിട്ടിയാ എടുത്ത യെസ് അങ്ങനെ മൂന്നാമത് അടിച്ചിട്ടുണ്ട്. അങ്ങനെ മൂന്നാമത്തെ വരാലും കിട്ടിയിട്ടുണ്ട്. വെറും 10 മിനിറ്റ് ഉണ്ട്. യെസ് ഗേസ് ഈ വെപ്പൺ നല്ല യൂസ്ഫുൾ ആണ്. നമ്മൾ ചൂണ്ടേറിനേക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് വെച്ച് മീനിനെ പിടിക്കാം. അജിന് എക്സ്പ്ലെയിൻ ചെയ്യും ഇത് നമ്മൾ എപ്പോഴാണ് ഇതിന്റെ ഒരു ടൈമിങ്ങും എങ്ങനെയാണ്? മെയിനായിട്ട് രാവിലെ ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കിട്ടത്തില്ല. രാത്രിയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഈ സാധനം വാലിൽ നല്ല ഇറങ്ങുന്ന സമയമാണ്, ഈറ്റ തേടി ഇറങ്ങുന്ന സമയമാണ്. നമുക്ക് മെയിനായിട്ട് ഈ സാധനത്തിനെല്ലാം കിട്ടാം. നമ്മൾ വാലിൽ ഇറങ്ങുന്ന സമയത്ത് മെയിനായിട്ട് കിട്ടും അല്ലേ? അതിനനുസരിച്ച് മൂവ് വെച്ച് കുത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര നല്ലതാണ് സാധനത്തിന്. ഈ ഒരു ആയുധം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് മീൻ പിടിക്കാം. പക്ഷേ നോക്കി കുത്തണല്ലേ. വന്നേ അപ്പോൾ ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കാര്യം നമ്മൾ മീൻ പിടുത്തം പല രീതിയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ രാത്രി അതിൻ്റെ മാളത്തിൽ പോയിട്ട് മീൻ പിടിക്കണമെങ്കിൽ അതൊരു സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് പിടിക്കാൻ പറ്റും. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇതുവരെ മെമ്പർ ആയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പർ ആവാൻ മറക്കല്ലേ. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോസ് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാര്യം നമ്മൾ രാത്രി ഒരു ഫിഷ് ഹണ്ടിങ്ങിന് പോവാണ്. അത് ഈ ഒരു വെപ്പൺ യൂസ് ചെയ്തത് നമ്മൾ പല ഫിഷ് ഹണ്ടിങ്ങിന് ചെയ്തിട്ടുണ്ട്. നമ്മൾ നെറ്റ് വരി അല്ലാതെ നമ്മളെ സ്റ്റിക്ക് വരി. പക്ഷേ ഇത് എന്താണ് ഇതിൻ്റെ പേര്? ശൂലം എന്ന് വെച്ചാൽ നമ്മൾ പഴയ കാലത്ത്, അതായത് ഈ പഴയ കാലത്ത് എല്ലാവരും യൂസ് ചെയ്ത അതേ സെയിം മെത്തേഡാണ്. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ ആ ഒരു ഫോക്കസും എല്ലാം കറക്റ്റായി നമുക്ക് മീൻ കിട്ടും. അപ്പം പോയി നോക്കാം. രാത്രി മീൻ പിടിക്കാൻ വന്ന് നമ്മൾ നീർക്കോലിനെ കണ്ടിട്ടുണ്ട്. തേരാരോ ഉണ്ടാ ഓ ഗേസ് കിട്ടി ഗേസ് പറ യെസ് എവിടെ കാണിരി. വാവ്, എന്താണ് എന്ത് മീനാണത്? ഈ സംഭവം എന്താണ്? നമ്മൾ ഈ വെപ്പൺ എന്താണ് ഇതിന്റെ പേര്? കുത്തിപ്പിടിക്കുന്ന ഗൺ അല്ല, എന്നാലും പിള്ളേടെ ഫസ്റ്റ് കിട്ടി. യെസ്, ഇല്ലടാ നോക്കണ്ട ഇല്ല അവിടെ അതാ ഇനി വന്നു ഇങ്ങോട്ട് അടി യെസ് ഗൈസ്, അങ്ങനെ രണ്ടാമത് കിട്ടിയിട്ടുണ്ട്. യെസ്, അങ്ങനെ അതായി ഈ ഒരു വെപ്പൺ നമുക്ക് യൂസ്ഫുൾ ആണ്. ഇത് ഏതാണ് ഐറ്റം? വരാലോ.
ഓക്കെ പോയാ കൊത്ത് കൊത്ത് കൈ ഇതിരിക്കില്ല. നിങ്ങൾ വല കാണിക്കും. യെസ് ഗൈസ്, അങ്ങനെ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു 2 മീൻ കിട്ടിയിട്ടുണ്ട്. അത് കുഞ്ഞു മീനൊന്നുമല്ല, ഒരു വലിയൊരു മീനാണ്. ആ എവിടെ നോട്ടെ. വാവ്, ഉണ്ടാ കിട്ടിയാ എടുത്ത. യെസ്, അങ്ങനെ 3 അടിച്ചിട്ടുണ്ട്. അങ്ങനെ 3 വരാലും കിട്ടിയിട്ടുണ്ട് വെറും 10 മിനിറ്റ് ഉണ്ട്. യെസ് ഗേസ്, ഈ വെപ്പൺ നല്ല യൂസ്ഫുൾ ആണ്. നമ്മൾ ചൂണ്ടേറിനേക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് വെച്ച് മീനിനെ പിടിക്കാം. അപ്പം ഒരു കാര്യം എടുത്തു പറയാന്ന് വെച്ചാൽ, രാത്രിയാണ് ഈ മീൻ പിടിക്കണ ഒരു സമയം. ഇതിൻ്റെ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഇത് നമ്മൾ എപ്പോഴാണ് ഇതിന്റെ ഒരു ടൈമിങ്ങും എങ്ങനെയാണ്? മെയിനായിട്ട് രാവിലെ ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കിട്ടത്തില്ല. രാത്രിയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഈ സാധനം വാരിയിൽ നിന്നെല്ലാം ഇറങ്ങുന്ന സമയമാണ്. ഈറ്റ തേടി ഇറങ്ങുന്ന സമയമാണ്. നമുക്ക് മെയിനായിട്ട് ഈ സാധനത്തിനെല്ലാം കിട്ടാം. നമ്മൾ വാരിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മെയിനായിട്ട് കിട്ടും. ഈ സാധനം കിട്ടും അല്ലേ? ഓക്കെ ഓക്കെ. അതിനനുസരിച്ച് മൂവ് വെച്ച് കുത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര നല്ലതാണ്. ഈ സാധനത്തിന് കിട്ടുമെന്നൊരു വിശ്വാസമുണ്ട്. ഓക്കെ ഓക്കെ. അതിന്റെ പേരിൽ ഇറങ്ങുന്നതാണ്. അങ്ങനെ 4 അടിച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ളും ഈ ബ്രാൻഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് രാത്രിയാണ് ഈ ഒരു മീൻ പിടിക്കാനുള്ള ഇതിനുള്ള സമയം. കാര്യം രാത്രിയാണ് ഇത് ഈ മീൻ പിടിക്കാണ്ടെങ്കിൽ ഈ ഒരു ചാലിൽ കൂടി ഇത് പതുങ്ങിയിരിക്കണം. അപ്പോൾ ആ സമയത്താണ് നമുക്ക് പിടിക്കാനുള്ള സമയം. അങ്ങനെ 5ാമത്തെ ട്രൈ ആണ് അടുത്ത് കാണാൻ പോകുന്നത്. നമുക്ക് 4 കിട്ടിയിട്ടുണ്ട്. 5ാമത്തെ കിട്ടിയാ? ആഹാ, ഇത് കൊള്ളാലെ. ഈ സാധനം കറക്റ്റ് യൂസ്ഫുള്ളാണ് കേട്ടോ. ദേ 5ാമത്തെ ഇതും കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ വലയിട്ട പോലും അച്ഛന് ഇത്ര കിട്ടില്ലല്ലോ. ഇല്ല, വലയിട്ട പോലും നമ്മൾ മെനക്കെടേണ്ടി. വലയിട്ടില്ലെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് വന്നിട്ട് ഓടിക്കളയും. ആഹാ ഗൈസ്, 6ാമത്തെ ട്രൈ ആണ്. ഇതാ കുത്തിയിട്ടുണ്ട്, നോക്കാം കിട്ടിയില്ലെന്ന്. കിട്ടിയാ? ആഹാ, അതും കിട്ടിയിട്ടുണ്ട്. 6ാമത്തതും കിട്ടിയിട്ടുണ്ട്. ഒന്നും പറയില്ല. ഈ ഒരു ആയുധം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് മീൻ പിടിക്കാം. പക്ഷേ നോക്കി കുത്തണല്ലേ. വന്നേ. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കാര്യം നമ്മൾ മീൻ പിടുത്തം പല രീതിയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ രാത്രി അതിൻ്റെ മാളത്തിൽ പോയിട്ട് മീൻ പിടിക്കണമെങ്കിൽ അതൊരു സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് പിടിക്കാൻ പറ്റും. ഗൈസ്, അടുത്ത ഒരു ട്രൈ നോക്കിയിട്ടുണ്ട്. നോക്കാം കിട്ടിയെന്ന്. കിട്ടി എൻ്റെ മോനെ. എമ്മണ്ട സാധനം, ഒന്നും പറയല്ല. എമ്മണ്ട സാധനം നമുക്ക് കിട്ടിയില്ല. അജിനൊന്ന് കാണില്ലേ, അജിനൊന്ന് കാണിക്കുന്നുണ്ട്. യെസ്, കിട്ടിയില്ല. എമ്മണ്ട സാധനം. സെറ്റാണ്. എവിടെ മൊത്തം ഒന്ന് കാണിക്ക്. എത്ര എണ്ണം കിട്ടിയെന്ന്, മൊത്തം എത്ര എണ്ണം കിട്ടിയെന്നാണ് അധികം ഓടത്തിൽ പറഞ്ഞാൽ. നമ്മൾ കിട്ടിയത് തന്നെ പിന്നെയും എടുത്ത് ചിലപ്പോൾ വീഡിയോ കണ്ട് കാണിച്ചെന്ന് വിചാരിക്കും. ആഹാ, യെസ്. 1 2 3 4 6 7 ഓക്കെ ഗൈസ്. അങ്ങനെ ഫൈനൽ നമുക്ക് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര മീൻ കിട്ടിയത് നമുക്ക് നോക്കാം. വെറും 20 മിനിറ്റിനാണ് നമ്മൾ ഇത്രയും ഫിഷ് ഹണ്ട് ചെയ്തത്. നോക്കാം എത്ര എണ്ണം. വളരെ വലുതായിട്ടോ. 1 2 ഇത്രയും മീൻ നമ്മൾ ഇന്ന് ശൂലം കൊണ്ട് കുത്തി പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു വെപ്പം വെച്ച് നമുക്ക് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് അടുത്ത വീഡിയോ കാണും. ഇനി അടുത്ത് നമ്മൾ എവിടെയാണ് ഹണ്ട് ചെയ്യാൻ പോകണം? അടുത്ത എപ്പിസോഡ് കുളത്തിൽ. ഓക്കെ, അപ്പോൾ ഇതിനേക്കാളുള്ള വലിയ മീനിനെ ആയിരിക്കും ഇനി അടുത്തുള്ള നമ്മൾ ഹണ്ടിങ്. ഓക്കെ, ലാസ്റ്റ് കിട്ടിയതാണ്. വേറെ സൈഡ്. ഇത് 2 ആദ്യം കിട്ടി.